ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ വിറകെടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ മഴക്കാലത്താണ് നമുക്ക് വിറകെടുക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ ഒരു മഹത്ത് വ്യക്തി അവിടെ വിറകെടുക്കുന്നുണ്ട്. മമ്മേൻ്റെ കൂട്ടത്തിൽ കൂട്ടായിട്ട് എല്ലാവരും ഉണ്ടാവും കേട്ടോ. ഞങ്ങൾ മാത്രമേ കൂട്ട് പോകത്തുള്ളൂ. ബാക്കി കണ്ടില്ലേ, ഈ കുഞ്ഞുകുട്ടന്മാരെല്ലാവരും മമ്മയ്ക്ക് കൂട്ടായിട്ട് വരും അല്ലേ മമ്മേ? എവിടെ നമ്മുടെ മമ്മ? ഈ ചേമ്പിൻ്റെ ഇടയ്ക്ക് കൂടി നമുക്ക് മമ്മേന് ഒളികണ്ണുകൾ ഇട്ട് നോക്കാം. ഇതല്ലേ വിറകുമായി ഇനി നടക്കുന്ന ജുവാന എവളിൻ റോസിനെ, അല്ലേ ജുവാന എവളിൻ? ഗായ്സ്, ഇപ്പോൾ നമ്മളത് ഇവിടെ കിടക്കുന്ന ഒരു കവുങ്ങാണ് നമ്മൾ വിറകായിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വല്ലതും കാണുന്നുണ്ടോ? അതെ, കവുങ്ങ് അവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ കരിമ്പൻകാട്ടിൽ ആന കയറിയ പോലെ ആയിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അല്ലേ? യെസ്, ഈ കവുങ്ങ് നമ്മൾ വീണതായിരുന്നു. നമ്മൾ വെട്ടിമോഷിയെടുക്കുക. കവുങ്ങിൻ്റെ അടിപൊളി വിറകല്ലേ, അടിപൊളി വിറകാണ് നമ്മുടെ കവുങ്ങിൻ്റെ. അപ്പോൾ അതേ ഇവന്മാരൊക്കെ നോക്കിക്ക് കളിക്കുന്ന കാണിച്ചു തരാവേ. ഇതുണ്ടോ, ഇവന്മാരൊക്കെ ഭയങ്കര കളിയാണ് ഗൈസ്. എല്ലാവരും കൂടിക്കഴിഞ്ഞാൽ നല്ല രസമാണ്. അപ്പോൾ ദാപ്പന്മാരെല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താക്കാം, മഴ നയിച്ച് അമ്മ ഇനി വിറക്കാൻ വരുന്നുണ്ടോ? അപ്പം അമ്മ ഒരുപാട് വിറകാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നോക്കിക്കേ, മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴേക്കും മഴ അങ്ങ് പോയേ. വാ, അവന്മാർ പറമ്പിൽ അങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പം ഗൈസ്, നാട്ടിലേക്കൊക്കെ എങ്ങനെ, എല്ലാവർക്കും മഴയൊക്കെ ഉണ്ടോ, എന്നാണ് അവസ്ഥ എന്നാ പറയണേ. അപ്പോൾ നമുക്ക് മഴ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പേടിപ്പിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഗൈസ് എന്താണ്, അപ്പോൾ ഗൈസ് നിങ്ങൾ പറയൂ ഗൈസ്, എന്തൊക്കെയാണ് വിശേഷം ഗൈസ്? അമ്മേ, അപ്പോൾ ഞാൻ തെന്നി വീണിട്ട് നല്ല രസമായണേ. ഇത് നോക്ക്, ഒരു കൊക്കോ കണ്ടോ പഴുത്ത് നിൽക്കുന്നത്? അത് പഴുത്ത് അധികം ആയതുകൊണ്ടാണ് അതിനകത്ത് ബ്ലാക്ക് വന്നേക്കുന്നത്. അപ്പോൾ ഇത് പറിച്ച് ഞം തിന്നണം. മാത്രമല്ല ആ കൊക്കോയിലും കൊക്കോസ് പഴുത്ത് നിൽപ്പണ്ട.